ശ്വേതാ മിസ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ രൂപങ്ങൾ വരയ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോ നിലവിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലേ. സോ ആ ചാപ്റ്ററിലെ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ആക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം അല്ലേ. മക്കളെ പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ആക്ടിവിറ്റി ആണ് ഇത്. നമ്മൾ എന്തായാലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇതാ ABC എന്ന് പറഞ്ഞ് 3 ഫിഗേഴ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. കൂടെ കുറച്ച് കുത്തുകളും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലെ. കുറച്ച് കുത്തുകൾ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുത്തുകൾ ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ കുത്തുകളിലൂടെ നമ്മളൊരു വര വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് 2 ഫിഗേഴ്സ് കിട്ടും, അഥവാ 2 രൂപങ്ങൾ നമുക്ക് കിട്ടും. എന്താണ് ആ രൂപത്തിന്റെ പേര് എന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ വര വരച്ചു. മക്കളെ നമുക്ക് എന്ത് കിട്ടിയടാ, നമുക്ക് 2 ട്രയാങ്കിൾസ് ആണ് കിട്ടിയത് അല്ലെ. 2 ട്രയാങ്കിൾസ് അഥവാ ത്രികോണമാണ് നമുക്ക് കിട്ടിയത് അല്ലെ. ട്രയാങ്കിൾ അഥവാ ത്രികോണം. സെറ്റ് അല്ലേ. അടുത്ത ഫിഗർ നോക്കിക്കേ. ബി എന്ന് പറഞ്ഞ ഫിഗർ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്കും നമ്മൾ വരച്ചു. ബി എന്തായി മാറിയിട്ടുണ്ട്, ചതുരം അഥവാ റെക്ടാങ്കിൾ അല്ലേ. 2 റെക്ടാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെക്ടാങ്കിൾ അഥവാ ചതുരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സി നോക്കിക്കേ. സിയും അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വര വരച്ചു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി, 2 റെക്ടാങ്കിൾസ് അഥവാ ചതുരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ ഇത് നമുക്ക് എന്ത് എഴുതി വെക്കാം, റെക്ടാങ്കിൾ ആണ് മിസ്സേ കിട്ടിയത്, അഥവാ ചതുരമാണ് നമുക്ക് കിട്ടിയത് എന്നെ മക്കൾക്ക് എഴുതി വെക്കാം. ഓക്കെ അല്ലെ. സിമ്പിൾ ആക്ടിവിറ്റി ആണ്. ഇനി ഇതുപോലെ ഒരു ആക്ടിവിറ്റിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. യെസ്, നമുക്ക് പാറ്റേൺ തന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പാറ്റേൺ തന്നിരിക്കുകയാണ്. അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ആൻസർ കൊടുക്കുക. അടുത്തത് നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ അല്ലെ. ആദ്യം നിങ്ങൾ നോക്കിക്കേ, ഒരു സമചതുരം അഥവാ സ്ക്വയർ ഉണ്ട്. സമചതുരം അല്ല അല്ലെ, ഇതെന്താണ്, റെക്ടാങ്കിൾ. ചതുരം തന്നെയാണ്. ഒരു ചതുരമാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ചതുരത്തിന്റെ സൈഡിൽ എന്തുണ്ട്, ചതുരത്തിന്റെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ ഒരു വര വന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു വര വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തതിൽ നിങ്ങൾ നോക്കിക്കേ, അടുത്ത വരയിൽ ഇങ്ങനെ ഇവിടെയാണ് വന്നിട്ടുള്ളത് അല്ലെ. ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തേതിലോ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നാലാമത്തേതിൽ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കില്ലേ വരിക അല്ലെ. അതായത് ആദ്യം ഇവിടെ വന്നു, താഴേക്ക് പോയി, പിന്നെ ലെഫ്റ്റിലേക്ക് പോയി, ഇനി എന്തായിരിക്കും, മേലോട്ടേക്കായിരിക്കും നമ്മുടെ അടുത്തത് പോവാ അല്ലെ. സോ നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം, നമ്മൾ ആദ്യം ഒരു ചതുരം വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൂടെ വരച്ചു കഴിഞ്ഞാൽ സെറ്റ്, നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും സൈഡിലായിട്ട് ഒരു കുഞ്ഞു വട്ടം വരച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതോ ആ വട്ടം മെല്ലെ നീങ്ങി 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 സെന്ററിലേക്ക് പോയി. പിന്നെയോ ആ വട്ടം മെല്ലെ നീങ്ങി 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 ഇങ്ങോട്ട് പോയി. ഇനി ഇങ്ങോട്ടേക്കായിരിക്കും ആ വട്ടം പോവാ, അതേ ഇങ്ങോട്ടേക്കായിരിക്കും ആ വട്ടത്തിന് നീങ്ങാൻ പറ്റാല്ലേ. അപ്പൊ ഇങ്ങോട്ടേക്ക് ആ വട്ടം നീങ്ങി 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 സെന്ററിലേക്ക് വന്നു. എവിടെയായിരിക്കും നമ്മുടെ വട്ടം ഉണ്ടാവുക, മിസ്സേ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് ഈ ഒരു വട്ടം ഉണ്ടാവുക. അതും ട്രയാങ്കിളിന്റെ ഉള്ളിൽ എവിടെയായിരിക്കും, ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് വട്ടം ഉണ്ടാവുക. ട്രയാങ്കിളിന്റെ ഉള്ളില് ഇങ്ങനെയായിരിക്കും ആ ഒരു വട്ടം ഉണ്ടാവുക അല്ലെ. ഇങ്ങനെയായിരിക്കും സൂപ്പർ ആയിട്ട് ഈ ഒരു വട്ടം ഉണ്ടാകുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.